ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, നമ്മളിതാ പാലക്കാട് ജംഗ്ഷനിലാണ്. അയ്യോ, ബസ്സിൽ നിന്ന് ഇറങ്ങിയത് മഴ, ഡാർക്ക് സീൻ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെവൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ബാക്കിൽ കണ്ടപോലെ പാലക്കാട് ജംഗ്ഷനിലാണ്. നമ്മൾ പാലക്കാട് നിന്ന് ഒരു പുതുപുത്തൻ യാത്ര തുടങ്ങണം. അപ്പോൾ ഞാൻ പുതുപുത്തൻ യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ പാലക്കാട് നിന്നും ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിലേക്കാണ് പോകുന്നത്. കേരളത്തിൻ്റെ സ്വന്തം കേരള എക്സ്പ്രസ്സിനാണ് നമ്മുടെ യാത്ര. ശരിക്കും തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ ആയിരുന്നു, തിരുവനന്തപുരം മുതൽ ന്യൂഡൽഹി വരെ ആയിരുന്നു എൻ്റെ പ്ലാൻ. അങ്ങനെയായിരുന്നു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ചില അൺഅവോയ്ഡബിൾ സാഹചര്യങ്ങൾ വന്നുകൊണ്ട് ട്രിവാൻഡ്രത്തേക്ക് പോകാൻ പറ്റിയില്ല. ബോർഡിംഗ് പോയിൻ്റ് പാലക്കാട്ടേക്ക് മാറ്റി ഞാൻ അങ്ങനെ പാലക്കാട് നിന്ന് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. നമ്മുടെ ട്രെയിൻ വരാൻ ഇനി ഏകദേശം ഒരു മണിക്കൂർ എടുത്തിട്ടുണ്ട്. നമുക്കെന്നാൽ പതുക്കെ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോകാം. ഞാൻ ബസ് വന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. കുറച്ച് നേരം ഒരു കടത്തിനേടൊക്കെ കയറി നിന്നിട്ട് പിന്നെ ഫൈനലി നമ്മുടെ പ്രിയപ്പെട്ട മണീസ് കഫേയിൽ പോയി ഇന്നത്തെ ഡിന്നറും കഴിച്ചിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 6:30. നല്ല ഒരു ഗോൾഡൻ കളറാണിപ്പോൾ സണ്ണിന്. ഇതാണ് നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. നമുക്കെന്നാൽ പതുക്കെ ഉള്ളിലേക്ക് പോകാം. എന്തായാലും പ്ലാറ്റ്ഫോം 4-5 നമ്മുടെ വണ്ടി വരുള്ളൂ. മീനുവിനോട് പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മുടെ എറണാകുളം പാലക്കാട് മെമ്മു കയറി വരുന്നുണ്ട്. ഈ മെമ്മു ഇവിടുന്ന് 7 മണിക്ക് പാലക്കാട് പൊള്ളാച്ചി മെമ്മു ആയിട്ട് പോകും. അപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്ത സർവീസാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ട്രെയിൻ ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1 എടുക്കും. മറ്റേ പ്ലാറ്റ്ഫോം നമ്പർ 5 ബസ്സിൽ എടുക്കാറ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന പ്ലാറ്റ്ഫോം നമ്പർ 1 മാറ്റി വേണ്ടി. പിന്നെ 12 കോച്ചാക്കുന്ന അനൗൺസ്മെൻ്റ് ഒന്നുമില്ലായിരുന്നു, പക്ഷെ ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല കണ്ടിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പ്ലാറ്റ്ഫോം നമ്പർ 4 എത്തിയപ്പോഴേക്കും നമ്മുടെ ജയന്തി ജനത കയറി വരുന്നുണ്ട്. 16381. ഇതിന് പുറകെയാണ് നമ്മുടെ വണ്ടി. ജയന്തി ജനത കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലക്കാട് പാസഞ്ചർ, നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ വരും. അത് കഴിഞ്ഞാണ് കേരള എക്സ്പ്രസ് വരും. ഈ സത്യം പറഞ്ഞാൽ അങ്ങാടിപ്പുറത്തുനിന്ന് പാസഞ്ചറിന് കയറി വന്നാൽ മതിയായിരുന്നു, പക്ഷേ അത് ടൈറ്റ് ആവും. ഇപ്പോൾ റോയപ്പുറത്തിൻ്റെ 30426 ആണ് എൻ്റെ ജയന്തി ജനതയെ കൊണ്ടുവന്നത്. അങ്ങനെ ജയന്തി ജനത ഇതാ പുറപ്പെട്ടു പോകുന്നു. കന്യാകുമാരി പുണെ ജയന്തി ജനത എക്സ്പ്രസ് പുറപ്പെട്ടു പോകണം. നമ്മുടെ ട്രെയിനിൻ്റെ കോച്ച് പൊസിഷൻ അനൗൺസ് ചെയ്ത് തുടങ്ങി. ട്രെയിൻ ഇപ്പോൾ ഏകദേശം അടുത്തെത്താനായിട്ടുണ്ടാവും. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഏകദേശം വരാറായിട്ടുണ്ട്. മീൻമേൽ ഇപ്പുറത്തുനിന്ന് കോയമ്പത്തൂർ പാലക്കാട് ടൗൺ മെമു കയറി വരുന്നുണ്ട്. ഈ മെമു പാലക്കാട് ടൗണിൽ എത്തിയാൽ അമൃത എക്സ്പ്രസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ അനൗൺസ്മെൻറ്റ് വരുന്നത് തിരുവനന്തപുരം നോർത്ത് യശ്വന്ത്പൂർ AC എക്സ്പ്രസ്സിനാണ്. അത് വരാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 4 കയറി വരുന്നുണ്ട്. ജസ്റ്റ് കയറി വരുന്നു, വളവ് തിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ലോക്കോ ഇപ്പോൾ നമ്മൾ കാണില്ല, എത്താറായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത് A2 കോച്ചാണ്, AC 2 tier. അപ്പോൾ നമ്മുടെ കേരള എക്സ്പ്രസ് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. കേരള എക്സ്പ്രസിൻ്റെ റൂട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, പഴയ റൂട്ടാണ്. കോയമ്പത്തൂർ, ഈറോഡ്, സേലം, കാട്ട്പാടി, തിരുപ്പതി, തിരുപ്പതി, റെണിഗുണ്ട, ഗുഡൂർ, വിജയവാഡ, വാരങ്കൽ, ബലാർഷ, പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോയിട്ട് സേവാഗ്രാം, നാഗ്പൂർ, ഇറ്റാർസി, ഭോപ്പാൽ, ഝാൻസി, ആഗ്ര, മഥുര, അങ്ങനെ ന്യൂഡൽഹിയിലേക്ക് പോയി കയറും. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 12625 തിരുവനന്തപുരത്ത് നിന്നും ന്യൂഡൽഹി വരെ പോകുന്ന തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസ്. അപ്പോൾ ഇന്ന് നമ്മളിവിടുന്ന് കൊണ്ടുവന്ന ലാലാഗുഡയുടെ 30271 ആണ്. തിരുവനന്തപുരം സെൻട്രൽ ന്യൂഡൽഹി കേരള എക്സ്പ്രസ് കൊച്ചുവേലി ഡിപ്പോയാണ് ഈ ട്രെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസ് ജനറലിലേക്ക് കയറാനുള്ള ആൾക്കാർ ഓടി പോകുന്നുള്ളൂ കേട്ടോ. ഇപ്പോഴും നമുക്ക് യാത്രയും ഒറ്റ ആഗ്രഹം ഉണ്ടാവുള്ളൂ, പുതിയ കോച്ചായിരിക്കണമെന്ന്. പതിവ് പോലെ പഴയ കോച്ചാണ്. 181394C. 8 വർഷം പഴക്കമുള്ള കോച്ചാണ്. ഇതാണ് നമ്മുടെ കോച്ച്. 181394 A2. അപ്പുറത്തെ ഡോർ വഴി കയറാം. 33 എൻ്റെ ബർത്ത്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ബർത്ത്. കാണുന്ന ലോവർ 33 ആണ് എൻ്റെ ബർത്ത്. നമുക്കുള്ള ബെഡോളൊക്കെ ഓൾറെഡി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ക്ലീനായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് പോയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് കാണിക്കാമെന്ന് പലർക്കും കംപ്ലയിൻ്റ് ആണ്. ഇതാണ് ഇൻറ്റീരിയേഴ്സ്. നമുക്ക് പുറപ്പെടാൻ ഓൾറെഡി സ്റ്റാർട്ടർ ആയിക്കഴിഞ്ഞു.
കാരണം ക്രൂ ചേഞ്ച് ഉള്ളതുകൊണ്ട് വണ്ടി ചിലപ്പോൾ ഇത്തിരി കൂടി സമയം കിടന്നിട്ടിടുകയുള്ളൂ. ക്രൂ ചേഞ്ചും വാട്ടറിങ്ങും ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളങ്ങനെ പാലക്കാട് നിന്ന് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ഇത് ഈ RPF ആണ് ഈ ലൈറ്റ് അടിക്കുന്നത്. ആ ഈ ആടി കിടക്കുന്ന ട്രെയിനാണ് നമ്മുടെ നിലമ്പൂർ റോഡ് പാലക്കാട് പാസഞ്ചർ. അത് പ്ലാറ്റ്ഫോം നമ്പർ 5 വന്നത്. പക്ഷേ ചെറിയ റേക്കാണ്, ഫുൾ ലെങ്ത് ഒന്നുമില്ല. അങ്ങ് പുറകിൽ തന്നെ നിന്നേ ഉള്ളൂ. അവിടെ നിന്നിട്ട് ഷണ്ട് ചെയ്ത് യാർഡിലേക്ക് കൊണ്ടുപോയിട്ട് അതിന് ഡീസൽ ലോക്കാണ്. ഇപ്പോൾ ഇന്നും ഡീസൽ ലോക്കമായിരുന്നു. അതിന് വന്നാൽ മതിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എനിക്ക് പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം ആ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് വെച്ച് കേരള അതിന് ഓവർടേക്ക് ചെയ്ത് വന്നായിരുന്നു. നമ്മൾ ഈ ബാംഗ്ലൂർക്കൊക്കെ ചെറിയ യാത്രയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് എടുക്കാം. പക്ഷേ ഈ ഡൽഹി പോലത്തെ യാത്ര പോകുമ്പോൾ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അതിന് വരാൻ നിൽക്കാണ്ട് ബസ്സിന് കയറി വന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഏകദേശം വിജയവാഡ അല്ലെങ്കിൽ വരങ്കൽ വരെ ആയിരിക്കും. അത് വീഡിയോയുടെ ലെങ്ത്തിനനുസരിച്ച് നാളെ നമുക്കൊരു തീരുമാനം എടുക്കാം. ട്രെയിൻ ജസ്റ്റ് പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് പുറത്തിറങ്ങി. നമ്മൾ ബി ലൈൻ വഴി തന്നെയാണെന്ന് തോന്നുന്നു. കാര്യം നമുക്ക് പച്ചയായിരുന്നു സ്റ്റാർട്ടർ, മെയിൻ ലൈൻ സ്റ്റാർട്ടറായിരുന്നു. അപ്പോൾ നമുക്കന്ന് ഇനി കോയമ്പത്തൂർ എത്തിയിട്ട് ഇടാം. കോയമ്പത്തൂർ ഞാൻ എന്തായാലും കാണിക്കും. അത് കഴിഞ്ഞ് മോസ്റ്റ്ലി ഞാൻ ഉറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പാലക്കാട് നിന്ന് വിട്ടിട്ട് കുറച്ച് നേരം സുഖമായിട്ട് ബർത്തിൽ ഇരുന്നു. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് കോയമ്പത്തൂർ ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നു. അതേപോലെ പ്ലാറ്റ്ഫോം 3ലേക്കാണ് വരുന്നത്. ട്വിൻ ഈറോഡ് ലോക്കോസുമായിട്ട് അല്ല, ഒരു ഈറോഡ് മുതൽ വിശാഖപട്ടണം ഏതൊരു ട്രെയിൻ കിടക്കുക. നാഗർകോവിൽ കോയമ്പത്തൂർ എക്സ്പ്രസ്സിന് റേറ്റ്. അത് നാഗർകോവിൽ കോയമ്പത്തൂർ മറ്റേ 16321. സമയം 8:55. ലേറ്റാണെന്ന് തോന്നുന്നു. അങ്ങനെ റെയിൽവേ ക്ലോക്കിൽ 8:57, എൻ്റെ വാച്ചിൽ 8:58. നമ്മൾ കോയമ്പത്തൂരെത്തി. കോയമ്പത്തൂർ ജംഗ്ഷൻ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇതേതാ ട്രെയിൻ? ഇത് നമ്മുടെ മാംഗ്ലൂർ കോയമ്പത്തൂർ എക്സ്പ്രസ്. ഞാൻ പാലക്കാട് ഈ വണ്ടി ആക്ച്വലി പാലക്കാട് ജസ്റ്റ് പുറപ്പെടുകയായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ്. കോയമ്പത്തൂർ വിടുന്നതുകൊണ്ട് ഞാൻ ഉറങ്ങും കേട്ടോ. എനിക്ക് നല്ല ഉറക്കം ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. ഞാനതുകൊണ്ട് എൻ്റെ ബർത്തൊക്കെ വിരിച്ചിട്ടിട്ടാണ് പുറത്തോട്ട് വന്നത്. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ വിട്ടോണ്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങും. എന്നിട്ട് നമുക്ക് നാളെ രാവിലെ ഞാൻ എവിടെ എണീക്കുന്നു, എനിക്കൊരു ഗുഡൂരൊക്കെ തന്നെ എണീക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതായത് ഒരു 5:45-6 അപ്പോൾ നമുക്ക് അവിടെ മൂലം നമുക്ക് കവർ ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഒക്കെ കോയമ്പത്തൂരിൻ്റെ ഡിപ്പാർച്ചർ കാണാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നാളെ നേരം വെളുക്കുന്നിടം മൂലം നമുക്ക് കാണാം. ഹോൺ അടിക്കലും വിടലൊക്കെ ഒരുമിച്ച് അടിപൊളി. സമയം 9:06. എനിക്ക് തോന്നുന്നൊരു 15 മിനിറ്റിന് മേൽ ലേറ്റ് ആണെന്ന് തോന്നുന്നു. എക്സാക്റ്റ് നോക്കേണ്ടി വരും. നോക്കിയിട്ട് ഞാൻ കമൻറ്റായിട്ട് എഴുതാം. ഇനിപ്പെട്ടിക്കിന് ഏത് വണ്ടിക്ക് പോകാനുള്ളതാണോ? ഇവിടെ വേണ്ടത്. ഇവിടെ ഇത്ര ജീവനക്കാരും ഉണ്ടായിരുന്നു. പിന്നെ ഈ ട്രോളീസ് മൊത്തം ഇവിടെ സാധനങ്ങൾ കയറ്റിയതാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ വണ്ടിയിലോട്ട്. പൊളിച്ച് അപ്പോൾ ഇത് 22031 അപ്പോൾ മാംഗ്ലൂർ കോയമ്പത്തൂർ എക്സ്പ്രസ്സിന് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷൻ കഴിഞ്ഞു. പിന്നെ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് തിരുപ്പൂരാണെന്ന് തോന്നുന്നു. അപ്പോൾ തിരുപ്പൂർ ഞാൻ കാണിക്കാൻ സാധ്യതയില്ല, നല്ല ഉറക്കം വരുന്നുണ്ട്. ഇതാണ് കോയമ്പത്തൂർ കോച്ചിങ് ഡെപ്പോ, അതും കൂടി കണ്ടോ. അപ്പോൾ തിരുപ്പൂർ ഞാൻ ഉണർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക കാണിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നാളെ രാവിലെ നേരം വെളുക്കുന്നിടം പോലെ വേണം കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.
ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്. നമ്മളങ്ങനെ സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ കയറി. നമ്മളിപ്പോൾ ഏകദേശം ഗുഡൂർ എത്താറ്. അതിന് തൊട്ട് മുമ്പ് സ്റ്റേഷൻ കൊണ്ടകുട്ട എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തി. ഞാൻ ഏകദേശം റെണിഗുണ്ടയിൽ പോകണമെന്നായിരുന്നു. പിന്നെ ഒന്ന് ഫ്രഷപ്പൊക്കെ കയറി. നമ്മുടെ കോ പാസഞ്ചേഴ്സ് റെണിഗുണ്ട എന്നാണ് കയറിയത്. അപ്പോൾ ഒന്ന് ഫ്രഷപ്പൊക്കെ ആയതിന് കുറച്ച് നേരം കൂടി ഒന്ന് കിടന്നു കയറി. അപ്പോൾ നല്ല ഇരുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെണിഗുണ്ട സ്റ്റേഷൻ വിട്ടായിരുന്നു. പിന്നെ നല്ല ഇരുട്ടായതുകൊണ്ട് പിന്നെ കുറച്ച് നേരം കൂടെ കിടന്നു. കുറച്ച് നേരത്തെ ജസ്റ്റ് നേരം വെളുത്തു തുടങ്ങിയപ്പോൾ പതുക്കെ എൻ്റെ ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഡോറിലേക്ക് വന്നു. നമ്മൾ യാത്ര ചെയ്ത റെണിഗുണ്ട ഗുഡൂർ സെക്ഷൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കവർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്ന് ഇതിൽ നടക്കില്ലായിരുന്നു. കാര്യം മുക്കാൽ ദൂരം ഇരുട്ടത്തെ ഓടിയത്. അപ്പോൾ നമുക്കത് പിന്നെ ഒരു ട്രിപ്പും കൂടി വരാം. എന്തായാലും ഞാൻ 2026 അവസാനം അല്ലെങ്കിൽ 2027 ആദ്യമായിട്ട് ഹിംസാഗറിന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ഹിംസാഗറിന് മുമ്പ് ഇതൊക്കെ ചെയ്യാം. നമ്മൾ അത്യാവശ്യം നല്ലോണം ഹെഡ് ഓഫ് സ്കെഡ്യൂളാണ്. ഇപ്പോൾ സമയം 6:17 എക്സാക്റ്റായിട്ട് ആയിട്ടുള്ളൂ. 6:40 നമ്മുടെ ഗുഡൂർ അറൈവൽ. ഇവിടെ നിന്ന് കഷ്ടിച്ച് 10 കിലോമീറ്റർ കൂടിയിട്ട് ഗുഡൂറിലേക്ക്. നമ്മളിപ്പോൾ ഗുഡൂർ എത്താറായെന്ന് തോന്നുന്നു. ഒയിച്ചി മാസത്തിൽ 3/17 അങ്ങനെ 3 കിലോമീറ്റർ ഉണ്ട് ഗുഡൂറിലേക്ക്. നമ്മൾ ഇന്നലെ രാത്രി കാട്ട്പാടിയിൽ വെച്ച്, രാത്രി എന്ന് പറയാൻ പറ്റില്ല, ഇന്ന് ഏകദേശം രാവിലെ എന്ന് വേണമെങ്കിൽ പറയാം, മിഡ് നൈറ്റിന് ശേഷം നമ്മൾ കാട്ട്പാടിയിൽ വെച്ച് നമ്മൾ സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ഗുണ്ടക്കൽ ഡിവിഷനിലേക്ക് കയറിയതാണ്. നമ്മളിപ്പോഴും ഗുണ്ടക്കൽ ഡിവിഷനിലാണ്. നമ്മൾ അല്പം മുമ്പിലായിട്ട് ഗുണ്ടക്കൽ ഡിവിഷനിൽ നിന്ന് നമ്മൾ വിജയവാഡ ഡിവിഷനിലേക്ക് കയറും. മീൻവെൽ റൈറ്റ് സൈഡിൽ ചെന്നൈയിൽ നിന്ന് വരുന്ന ലൈനിനെ നമ്മൾ അവിടെ വെച്ച് മീറ്റ് ചെയ്യും. ആ കാണുന്ന ആംബർ സിഗ്നൽ നമ്മുടെ ഹോം സിഗ്നലാണ്. ഗുഡൂർ ഹോമാണ് കാണുന്നത്. ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൺലൈൻ ചാർട്ട് നോക്കിയപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഈ ട്രെയിനിൽ സെക്കൻഡ് എ സിക്ക് ഭയങ്കരമായിട്ട് മൾട്ടിപ്ലക്സിങ് ഉണ്ട്. അതായത് സീറ്റുകൾ ചറവാണ്, മൊത്തം കട്ട് സീറ്റാണ്. ലോങ് സീറ്റ് വളരെ കുറവ്. ഇപ്പോൾ എൻ്റെ കോച്ചിനകത്ത് ഇപ്പോൾ എൻ്റെ ടിക്കറ്റ് ശരിക്കും ട്രിവാൻഡ്രം ടു ന്യൂഡൽഹിയാണ്. ഞാൻ ബോർഡിംഗ് പോയിന്റ് പിന്നീട് പാലക്കാടാക്കിയതാണ്. തൊട്ടപ്പുറത്തുള്ളതിൽ 2-3 മലയാളികളുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാം ഷോർട്ട് ഡിസ്റ്റൻസ് പാസഞ്ചേഴ്സ് ആയിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് കയറിയതും ഒക്കെ ആയിട്ട്. ബാക്കി എല്ലാവരും അതായത് ചില ടിക്കറ്റ് നാഗ്പൂർ, ചിലത് ബല്ലാർഷ, അങ്ങനെയൊക്കെയുള്ളൂ. അല്ലാണ്ട് ലോങ് ടിക്കറ്റ്സ് വളരെ കുറവാണ് ഈ വണ്ടിക്ക്. ഇവിടെ റൈറ്റ് സൈഡ് കാണുന്ന ലൈനാണ് ചെന്നൈയിൽ നിന്ന് വരുന്ന ലൈന്. പാലമണി കംപ്ലീറ്റ് ആയിട്ട്, അതുകൊണ്ട് ഇപ്പോഴും ലെവൽ ക്രോസ് ഉണ്ട്. ഏത് സൈഡിലാണ് പ്ലാറ്റ്ഫോം വരിക ഒരു പിടിയില്ല. വേരസ്മേ ട്രെയിൻ പറയുന്ന പ്ലാറ്റ്ഫോം 4-ൽ പോകുന്നതാണ്. ഈ 4 എവിടെയാണെന്ന് നമുക്കറിയില്ലല്ലോ. അവിടെ ഒരു മെമോ കിടക്കുന്നുണ്ട്, അല്ലാണ്ട് വേറൊന്നുമില്ല. ഗുഡൂർ അവസാനിപ്പിച്ച് ചെയ്തൊരു മെമോ ആണ്. സ്റ്റേബിളിംഗ് ലൈനാണ് തോന്നുന്നു. രാജമണ്ഡ്രിയിലാണ് ഇവരുടെ മെമു വർക്ക്ഷോപ്പ്, മെമു കാർ ഷെഡ്. ഇപ്പുറത്തെ സൈഡിലെ പ്ലാറ്റ്ഫോം. നമ്മൾ ഗുഡൂർ ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നല്ലോണം ഹെഡ് ഓഫ് ഷെഡ്യൂൾ ആയതുകൊണ്ട് ഇവിടുന്ന് ആരുമില്ല. ഡെയിലി ട്രെയിൻ ആയതുകൊണ്ട് തന്നെ അതിന് അത്യാവശ്യം നല്ല തിരക്കും വെൻഡേഴ്സും ഒക്കെ വരും. വണ്ടിക്ക് പാൻട്രി കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പാൻട്രി കാറിൽ നിന്ന് മേടിക്കും. അത് കഴിഞ്ഞിട്ട് ലഞ്ചിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഡിന്നർ പാൻട്രി വേണോ വേണ്ടെന്നുള്ള തീരുമാനിക്കും. അതിനൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാൻട്രിയുടെ കോൺട്രാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ബൃന്ദാവൻ കാറ്ററിംഗ് ആണ്. പക്ഷേ അപ്പുറത്തെ സൈഡിൽ ജോധ്പൂർ മന്നാർഗുഡി എക്സ്പ്രസ് കയറുന്നു. അപ്പോൾ നമ്മളങ്ങനെ 6:31 ഗുഡൂർ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ കണ്ട് ഗുഡൂരിൻ്റെ സെക്കൻഡ് എൻട്രൻസ് ആണ്.
നമുക്ക് എങ്ങനെ ഒരു 10 മിനിറ്റിന് മേലെ ഇവിടെ ഹോൾട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പോയി നമ്മുടെ ലോക്കോ ഒക്കെ ഒന്ന് കണ്ടിട്ടിങ് വരാം. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ട്രെയിൻ ബോർഡ്. കേരള എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ ന്യൂഡൽഹി. തിരുവനന്തപുരം നോർത്ത് കോച്ചിങ് ഡിപ്പോയാണ് ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. മാപ്പൊക്കെ ഒരു വെറൈറ്റി ട്രെയിൻ ബോർഡാണ് ഈ വണ്ടിയുടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കോ 30271 ലാലാഗുഡ ഷെഡിൻ്റെ. നമ്മൾ ഗുഡൂർ ജംഗ്ഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കെന്നാൽ പതുക്കെ തിരിച്ച് നടക്കാം. സമയമുണ്ട് ഇനി ഏകദേശം 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വണ്ടിക്ക് പുറപ്പെടാൻ. ഈ ഫ്രണ്ട് കാണുന്ന LVPH ഇന്നലെ മറ്റേ ലോഡ് കയറ്റുന്ന കണ്ടത് കോയമ്പത്തൂരിൽ നിന്നൊക്കെ. ജനറലൊക്കെ നല്ല അസൽ ഇടിയ കേട്ടോ, സൂപ്പർ ഇടിയാണ് ജനറലൊക്കെ. അടിപൊളി തിരക്കുണ്ട് വണ്ടിക്ക്, ഡെയിലി വണ്ടിയും കൂടി അല്ലേ. ഞാൻ പറഞ്ഞ ജനറലൊക്കെ നല്ല അടിപൊളി ഇടിയാണ്. അകത്ത് ജാലിയൻ വാലാബാഗ് നമ്മുടെ വാഗൺ ട്രാജഡി നടക്കും. നല്ല അസൽ തിരക്കാണ്. അപ്പോൾ അങ്ങനെ കൃത്യസമയത്ത് നമ്മൾ ഗുഡൂരിൽ നിന്ന് പുറപ്പെട്ടു. നമുക്കിപ്പോൾ ഞാൻ വൈറസ് മെട്രിൽ നിന്ന് നമുക്കൊരു 3-4 ക്രോസിങ്സ് ചെറപറന്ന് വരാനുണ്ട്. നമ്മുടെ അടുത്ത സ്റ്റോപ്പിൽ നെല്ലൂരിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് 130 kmph ടെറിട്ടറി കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി എനിക്ക് തോന്നുന്നു നമ്മൾ ഡൽഹി വരെ 130 kmph, ഫരീദാബാദ് വരെ നമുക്ക് 130 kmph ടെറിട്ടറി ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഫരീദാബാദ് വരെയാണോ തുഗ്ലകാബാദ് വരെയാണെന്നുള്ള ഓർമ്മ കിട്ടുന്നില്ല. അപ്പം നമ്മളങ്ങനെ തിരിച്ച് മെയിൻ ലൈനിൽ കയറി. ഈ ലെഫ്റ്റിലത്തെ ലൈൻ എങ്ങോട്ട് പോകുന്നതാണോ? ലെഫ്റ്റിലത്തെ ലൈൻ ആ പാലം കയറി റൈറ്റിലേക്ക് കടന്നിട്ട് അവിടെ നിന്ന് അത് കൃഷ്ണപട്ടണം പോർട്ടിലേക്ക് പോകും. പാലം കയറി നമുക്കൊന്ന് കണ്ടേക്കാം. എൻറ്ററിങ് ഓട്ടോമാറ്റിക് ബ്ലോക്ക് ടെറിട്ടറി. ഇവിടെ ഒരു ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ആണ്. അപ്പോൾ റൈറ്റ് സൈഡിലെ സിഗ്നൽ നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ലെഫ്റ്റിലത്തെ ലൈൻ എന്ന് പറയുന്ന ഒരു റെയിൽ ഓവർ റെയിൽ ബ്രിഡ്ജാണിത്. ഇതിങ്ങനെ കയറി റൈറ്റിലോട്ട് കയറി അവൻ നമ്മുടെ റൈറ്റിൽ കൂടെ ഓടും. പിന്നെ അത് അവിടെ നിന്ന് കൃഷ്ണപട്ടണം പോർട്ടിലേക്ക് ഒരു ലൈനിലേക്കും കൂടി അതും കണക്ട് ചെയ്യും. 75 kmph സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. അതിന് റെയിൽ ഫ്ലൈ ഓവർ എന്നാണ് ആ പാലത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. ഇതാണ് റെയിൽ ഓവർ റെയിൽ ഫ്ലൈ ഓവർ. ഈ റെയിൽ ഫ്ലൈ ഓവർ എന്ന് പറയുന്ന ഒരു ബൈ ഡയറക്ഷൻ ലൈനാണ്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ ഓടാം. മോസ്റ്റ്ലി എനിക്കൊന്ന് ഫ്രൈറ്റിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കമ്മീഷനായി എന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ. നമുക്കിതുവരെ അതിന് മുകളിൽ കൂടെ ഒരു ട്രെയിൻ പോകുന്ന കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഫ്ലൈ ഓവർ പതുക്കെ താഴോട്ടിറങ്ങായി.
പാസ് ചെയ്യുന്നൊക്കെ തോടുകളാണ്. ഈ കളവ എന്ന് പറഞ്ഞാൽ തോട് എന്നാണ് അർത്ഥം. കനാൽ അല്ലെങ്കിൽ തോട്, കൈവഴി. കല്ലേറും. ഓപ്പോസിറ്റ് ലൈനിൽ ഓട്ടോമാറ്റിക് അല്ലാത്തൊരു പച്ച കണ്ടു. അപ്പോൾ നമുക്കൊരു ക്രോസിംഗ് ഉണ്ട് എന്തായാലും. പോകണം. ദാനാപൂർ SMT ബംഗളൂരു സംഗമിത്ര എക്സ്പ്രസ് ആയിരുന്നു. ഇത് മനുബോലു എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. അവിടെ തേർഡ് ലൈനിലൊരു ഫ്രൈറ്റ് ഉണ്ട്. നമ്മൾ സ്പീഡ് പിടിച്ച് തുടങ്ങി. കേരളത്തിൽ നിന്നുള്ള ട്രെയിനുകൾ മിക്കവാറും ഈ ഡസ്റ്റ്ബിൻ അവർ സ്ക്രൂട്ട് അടക്കി നല്ലതാണ്. സ്ക്രൂട്ടിട്ടുണ്ട്, സ്ക്രൂട്ട് അവരെ അടച്ചളയും. അതുപോലെ ഇവിടുത്തെ ഡസ്റ്റ്ബിൻ റിമൂവ് ചെയ്യുകയും ചെയ്യും. ഇവിടെ സാധാരണ ഡസ്റ്റ്ബിൻ ഉണ്ട്, അത് റിമൂവ് ചെയ്യും. പകരം വെസ്റ്റിബിൾ സ്പേസിൽ ഇങ്ങനെ കവർ തൂക്കിയിട്ടാണ് പതിവ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ നല്ലതാണ്. കാരണം ഈ വേസ്റ്റ് ഇതിനകത്ത് വേസ്റ്റ് കൂടുതലില്ല, തുളുമ്പും. ഇവിടെ അത് വേസ്റ്റ് താഴ്മത്തെ നടക്കും. അതിന് പകരം അതിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോകും, കറക്റ്റായിട്ട് കൺസൈൻ ചെയ്ത് കിട്ടും. ഞാനിപ്പോൾ ജസ്റ്റ് വേരസ്മൈ ട്രെയിൻ എടുത്തിട്ട് നമ്മുടെ അടുത്ത ക്രോസിങ്ങിനുള്ള വണ്ടി എവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ കൊമ്മാരപ്പുഴി ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്റ്റേഷൻ കാണിച്ചു. ഇതാണ് കൊമ്മാരപ്പുഴി ജംഗ്ഷൻ. സ്റ്റേഷൻ്റെ പേരിലൊരു ജംഗ്ഷൻ ഒന്നും എവിടെ എഴുതിയിട്ടില്ല. കൊമ്മാരപ്പുഴി എന്ന് പറഞ്ഞ സ്റ്റേഷനാണിത്. ഈ സ്റ്റേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മുടെ കൃഷ്ണപട്ടണം പോർട്ടിലേക്കുള്ള ലൈൻ തിരിഞ്ഞു പോകും. അത്യാവശ്യം നല്ല ഓസിലേഷൻസ് ഉണ്ട് കേട്ടോ കോച്ചിന്. അതുപോലെ ഒരു ലൈൻ നമ്മുടെ ട്രാക്കിന് മുകളിൽ കൂടെ പോകുന്നുണ്ട്. നമ്മുടെ ട്രാക്കിന് മുകളിൽ കൂടെ പോകുന്ന ലൈൻ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ മറ്റേ ഗുണ്ടക്കൽ റെണിഗുണ്ട ലൈനിൽ നിന്ന് വരുന്നൊരു ലൈനാണത്. ആ എക്സാക്ട് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് പേര് ഞാൻ മറന്നുപോയി. അത് ഞാൻ താഴെ കമൻട്രിയിൽ ഇട്ടേക്കാം, എന്തായാലും ക്യാപ്ഷൻസിൽ ഇട്ടേക്കാം. ഇതും അവിടെ നിന്ന് വരുന്ന ലൈനാണത്. ഇതെല്ലാം പോർട്ടിലേക്ക് പോകുന്നതാണ്. ഇതുപോലെ ഒരു ലൈനും കൂടി ഇപ്പുറത്തെ സൈഡിൽ നിന്നുണ്ട്, അതായത് വിജയവാഡ സൈഡിൽ നിന്ന് വരുന്ന ഫ്രൈറ്റേഴ്സിന് വേണ്ടിയിട്ട്. ഈ കാടുകളുടെ ഇടയിൽ കൂടെ ഒരു ലൈൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ലോണം കാമഫ്ലാജാണ് ലൈന്. കാടുകളുടെ ഇടയിൽ കൂടെ ഒരു ലൈൻ പോകുന്നുണ്ട്. ഇത് ആ പോർട്ടിലോട്ട് തന്നെ പോകുന്ന ലൈനാണ്, പക്ഷേ വിജയവാഡ സൈഡിൽ നിന്ന് വണ്ടികൾക്ക് വേണ്ടിയുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കടക്കാൻ പോകുന്ന സ്റ്റേഷൻ ഒരു ജംഗ്ഷൻ സ്റ്റേഷനാണ്. വെങ്കടാചലമാണ് ഇതിൻ്റെ പേരാണ്.
ഇതെല്ലാം ഫ്രൈറ്റ് ഹാൻഡ്ലിംഗ് ജംഗ്ഷൻസ് ആട്ടോ. ഇവിടെ നിന്നൊന്നും യാത്രാ വണ്ടികളില്ല, എല്ലാം ഫ്രൈറ്റ് മാത്രമാണ്. സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ ചറ പറയുന്ന കുറേ ഫ്രൈറ്റ് ലൈൻസ് ഉണ്ട്. കാരണം സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ നല്ലൊരു ശതമാനം ഇൻകം വരുന്ന ഫ്രൈറ്റിൽ നിന്നാണ്. അതന്നെ വെങ്കടാചലം എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര്. സമയം ഇപ്പോൾ 7:14. നമ്മൾ നെല്ലൂരിലേക്ക് എത്തുന്നു. നമ്മളൊരു 2-3 മിനിറ്റ് ലേറ്റായി തോന്നുന്നു ഇപ്പോൾ കണ്ടിട്ട്. മെയിൻ ലൈൻ പ്ലാറ്റ്ഫോം തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ പ്ലാറ്റ്ഫോം 2 ആയിരിക്കും. നമ്മുടെ സൈഡിൽ തന്നെ പ്ലാറ്റ്ഫോം. നെല്ലൂർ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് വിജയവാഡയിലാണ്. നമുക്കിനി ഇവിടുന്ന് ഒരു അടിപൊളി നോൺ സ്റ്റോപ്പ് റണ്ണാണ്. നല്ലൊരു ബേസ് കിച്ചണിലാണ്. ഇവിടെ വേണമെങ്കിൽ ഫുഡൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് പാൻട്രി കാറിലാണെങ്കിൽ പാൻട്രി കാറിൽ തന്നെ ഫുഡ് കഴിക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നമ്മളങ്ങനെ നെല്ലൂരിലെത്തി. സമയം 7:17. നെല്ലൂർ സ്റ്റേഷനിലാണ്. നല്ലോണം വിശക്കുന്നുണ്ട്. നമ്മുടെ ട്രെയിനിലാണ് ഫുഡൊന്നും വന്നിട്ടില്ല. എന്തെങ്കിലും മേടിച്ചാലോന്ന് ആലോചിക്കാം. ഏഴ് 19 കേട്ടോ. നമ്മൾ നെല്ലൂരിൽ നിന്ന് പുറപ്പെട്ടു. എൻ്റെ വാച്ച് എനിക്ക് തോന്നുന്നു 1 മിനിറ്റ് ഫാസ്റ്റാണെന്നൊരു സംശയം. ഇപ്പോൾ റെയിൽവേ ടൈം ഞാൻ നോക്കിയിട്ട് ഞാനിനി റെയിൽവേ ടൈം പ്രകാരം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഞാനിവിടെ നിന്ന് ഒരു ദോശ മേടിച്ചിട്ടുണ്ട്. നല്ല വിശപ്പായിരുന്നു. ദോശ ഒരെണ്ണം മേടിച്ചു. ഞാൻ ഒരു ഐറ്റം ഇടുന്നു. പിന്നെ എനിക്കൊന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 9 മണിക്കായിട്ട് മുമ്പ് പാൻട്രി കാറിൽ എന്തെങ്കിലും ഒരു ഐറ്റം കൊണ്ട് ട്രൈ ചെയ്യാം. ഈ ട്രെയിനിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് പിടിക്കാൻ വേണ്ടി കൂടാണോ? അടിപൊളി. അങ്ങനെ നെല്ലൂർ വിട്ട ഉടനെ നമ്മളൊരു പുഴ പാസ് ചെയ്യും. പെണ്ണ റിവറാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കലവാനും കലുവാനും എഴുതിയിട്ടുണ്ട്. എൻ്റെ അറിവിൽ കലുവയാണ് കറക്റ്റ്. ഇത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ പെണ്ണ നദിയെ ക്രോസ് ചെയ്യുക. ഇവിടെ നമ്മുടെ ബ്ലോക്ക് സെക്ഷൻ അബ്സല്യൂട്ട് ബ്ലോക്ക് സെക്ഷൻ എഴുതിയിട്ടുണ്ട്. പെണ്ണ നദി. സൂര്യൻ നല്ലോണം മുകളിലെത്തി. കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല ചൂടായി തോന്നും. വലുതായിട്ട് വെള്ളമൊന്നുമില്ല.
130 kmph പറക്കൽ പിടിക്കാനാണ് ഞാനിവിടെ നിന്നത്. പക്ഷേ ഒന്നുമില്ല, ചറവറാന്ന് സ്പീഡ് റെസ്ട്രിക്ഷൻസാണ്. 75, 50, 75, 50 ചറവറാന്ന്. ഇത്രയും സ്പീഡ് റെസ്ട്രിക്ഷൻ ഞാൻ തിരുവനന്തപുരം ഡിവിഷനിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. അത്രയും സ്പീഡ് റെസ്ട്രിക്ഷൻസാണ്. എവിടെയും സ്പീഡ് പിടിക്കുന്നില്ല വണ്ടി. മാലിദേവി നമുക്ക് വരാനുള്ള ക്രോസിങ്സ് ഒക്കെ ലേറ്റാണ്. എനിക്കാണ് നല്ല വിശപ്പായി. ഒരു ഹംസഫർ ഇപ്പോൾ വരാനുണ്ട്, ഒരു 5 മിനിറ്റിനുള്ളിൽ വരും എന്നാണ് വേറസ്മ ട്രെയിൻ പറഞ്ഞത്. അത് പിടിച്ചിട്ട് പോകാൻ വെച്ചിരിക്കാൻ ഞാൻ. മീൻവെൽ തേർഡ് ലൈനിൽ ഒരു ഫ്രൈറ്റർ വരുന്നുണ്ട്, കണ്ടെയ്നർ റേക്കാണ് കോൺകോറിൻ്റെ. കൊടവലൂർ ആലമഞ്ചി. താളമഞ്ചില തലമഞ്ചി, തലമഞ്ചി സ്റ്റേഷനാണ്. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു പച്ച കാണാനുണ്ട്. ട്രെയിൻ വരികയും ചെയ്തു. 3071 ആണല്ലോ. ഹംസഫർ എക്സ്പ്രസ് പട്ന SMT ബംഗളൂരു. അപ്പം ഞാനിപ്പോൾ എൻ്റെ സീറ്റ് തിരിച്ചെത്തി. നമുക്കൊന്ന് നെല്ലൂരിൽ നിന്ന് മേടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് 35 രൂപ മേടിച്ചത്, 50 രൂപ എൻ്റെ അടുത്ത് മേടിച്ചു. ദോശയാണ് മേടിച്ചത്, ചട്നിയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ ചട്നിയായിരുന്നു. 2 ദോശയുണ്ട്. കണ്ടിട്ട് നല്ല ദോശയാണ്. കഴിച്ചു നോക്കിയിട്ട് പറയാം. ഇപ്പം പറയാം. നല്ല എരിവുള്ള കപ്പലിൻ്റെ ചട്നിയാണ് സംഭവം. പൊളി. അപ്പോൾ അങ്ങനെ സമയം 7:45. വെയിൽ ശക്തി പിടിച്ചു തുടങ്ങി. പാൻട്രിക്കാരിൽ നിന്ന് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സാധനങ്ങൾ വന്നു തുടങ്ങി. ഇഡ്ഡലി വട ഉണ്ടായിരുന്നു, ഉപ്പുമാവ് ഉണ്ടായിരുന്നു, പൂരി സബ്ജി ഉണ്ടായിരുന്നു, കട്ട്ലറ്റ് ഉണ്ടായിരുന്നു. നല്ല ഗ്രാൻഡ് വെറൈറ്റിയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരെണ്ണം ഞാൻ മേടിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ ബോഗുലു ബ്രിഡ്ജ് അങ്ങേ അറ്റത്ത് കൂടെ ട്രെയിൻ വരുന്നതാണ്, തേർഡ് ലൈനിൽ കൂടെ. ലാലഗുഡ 39918 ആണ്. സിംഹപൂരി എക്സ്പ്രസ് ആണ്. ബിത്രകുട്ട എന്ന സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. എനിക്ക് തോന്നുന്നത് മറ്റേ SMVTയിലേക്ക് പോകുന്ന ദുരന്തോ എക്സ്പ്രസ് വരാനുണ്ട്. അപ്പോൾ അവനെ കയറ്റി വിടാൻ വേണ്ടിയാണ് സിംഹപൂരി തേർഡ് ലൈനിൽ വിട്ടത്. അതാകുമ്പോൾ റണ്ണിങ്ങിൽ ഓട്ടൊക്കെ നടന്നോളുമല്ലോ. ഇതാണ് ബിത്രകുട്ട സ്റ്റേഷൻ.
ബിൽഡിങ്ങാണ്. ശ്രീ വെങ്കടേശ്വര പാലയം എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. നിർത്തുകയാണെന്ന് തോന്നുന്നു. നമ്മുടെ മുന്നിൽ വല്ല വണ്ടി ഉണ്ടാവുമായിരിക്കും അപ്പോൾ. നമ്മളൊരു 3-4 മിനിറ്റോടെ കിടന്നായിരുന്നു കേട്ടോ. 3-4 മിനിറ്റോടെ കിടന്നിട്ട് എടുത്തു. മൊത്തമായിട്ട് സ്പീഡ് റെസ്ട്രിക്ഷൻസും ഇതൊക്കെയാണ്. ഹൗറ ബംഗളൂരു ദുരന്തോ എക്സ്പ്രസ് ആണ്. കാവാലി സ്റ്റേഷനിലുള്ള റൺ ത്രൂ ഇപ്പോൾ. ഇല്ല, കാവലി സ്റ്റേഷൻ. ഒരു റണ്ണിങ് ഓവർടേക്ക് ഉണ്ട് നമുക്ക്. Metro 386. ഓ, ഫ്ലൈറ്റ് നമ്മൾ തിരിച്ചു ഓട്ടേക്ക് ചെയ്യാം. മറ്റൊന്നല്ല, നമുക്ക് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അയ്യേ പോയി, ഫ്ലൈറ്റ് കയറിപ്പോയി മുഖമായിട്ട്.
പറഞ്ഞ ഒരുപാട് സ്പീഡ് റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. ഒരു സ്പീഡ് റെസ്ട്രിക്ഷൻ ഇറങ്ങി വന്നിട്ടേ ഉള്ളൂ. 30 kmph ആണ് റെസ്ട്രിക്ഷൻ. 30 kmph സ്പീഡ് റെസ്ട്രിക്ഷൻ ഇപ്പോൾ സ്പീഡ് പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. സിംഗരായക്കൊണ്ടാകുന്ന സ്റ്റേഷനിലാണ്. ഒരുപാട് സ്പീഡ് റെസ്ട്രിക്ഷൻസാണ്. ഇപ്പോൾ നമ്മൾ മിക്കവാറും നമ്മുടെ പിനാകിനി എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യും. വിജയവാഡയിൽ നിന്ന് ചെന്നൈ സെൻട്രലിലേക്ക് കൊണ്ട പിനാകിനി എക്സ്പ്രസ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഒങ്കോൾ സ്റ്റേഷൻ. ഒങ്കോളൊന്നും സ്റ്റോപ്പില്ല. വിജയവാഡയുടെ 23905 കിടക്കുന്നുണ്ട്. കങ്കുത്തൂരു എന്ന് പറയുന്ന സ്റ്റേഷനാണ്. അങ്ങനെ പിനാകിനി എക്സ്പ്രസ് പോയി. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞാൻ തിരിച്ച് ഡോറിലേക്ക് വന്നു. നമ്മൾ ബപ്പട്ല സ്റ്റേഷനിലേക്ക് എത്താണ്. ഇസ്സത്ത് നഗറിൻ്റെ ലോക്ക് വരുന്നുണ്ട്. സ്വർണ്ണജയന്തി വരുന്നുണ്ട്. ഓപ്പോസിറ്റ് ലൈനിൽ പച്ച കാണാം. ഞാൻ സ്വർണ്ണജയന്തിക്ക് ഒരു N20 ട്രിപ്പ് അല്ലെങ്കിൽ കുറച്ചായി. അതേത് ഡയറക്ഷനിൽ വേണമെന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അടിച്ച് പറത്തി വരുന്നുണ്ട്. കാര്യം അതിനിവിടെ നോൺ സ്റ്റോപ്പാണ്. റോയപുരത്തിന് 30693. സ്വർണ്ണജയന്തിയും കൊച്ചുവേളിയിലാണ് മെയിൻ്റനൻസ്. ബോർഡ് കണ്ടതുപോലെ ഉണ്ട്. ഇതേ സ്ലോട്ടിലുള്ള മില്ലേനിയം എക്സ്പ്രസ്സിന് ഇതില്ല, പാൻട്രി കാറില്ല. ഇതിന് പാൻട്രി കാറുണ്ട്. വെറുതെ ബപ്പട്ടിലെ കൊണ്ട് നിർത്തി. ഇനിമേൽ നമ്മുടെ പാൻട്രി കാറിലെ ബ്രേക്ക്ഫാസ്റ്റിന് ട്രൈ ചെയ്തേക്കാന്ന് വെച്ചു. അങ്ങനൊരു ഉപ്പുമാവാണ് ഞാൻ പറഞ്ഞത്. ഉപ്പുമാവും വടയുണ്ട്. ഇത് ചട്നിയാണെന്നാണ് തോന്നുന്നത്. സാമ്പാറാണ്, ചട്നിയല്ല. ബപ്പട്ടിൽ നമ്മൾ 3rd ലൈനിൽ കയറ്റിയോ എന്നൊരു സംശയം കേട്ടോ. ഉപ്പും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാറിനായിട്ട് പോകുമ്പോൾ വണ്ടി കുറേ പോയിൻറ്റ്സ് കടന്നു. നമ്മൾ 3rd ലൈനിൽ കയറിയെന്നാണ് തോന്നുന്നത്. നമ്മളങ്ങനെ 3rd ലൈൻ വഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് തൊട്ടും ഒരു സ്റ്റേഷൻ പാസ് ചെയ്യണം. ആ സ്റ്റേഷനിൽ വെച്ച് കണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ലൈനിൽ അവിടെ എന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ പോകേണ്ടിയിരുന്ന ലൈനിൽ
അവിടെ JCB വന്ന ട്രാക്ക് മാറ്റി അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ കൂടെ റൂട്ടിലാണെന്ന് തോന്നുന്നു. ഓപ്പോസിറ്റ് ലൈനിലൊരു വണ്ടിയുണ്ട്. ഒരു VAP4 ഹോൾഡ് LHB റേക്കാണ്. പുരുളിയ തിരുനെൽവേലി എക്സ്പ്രസ് ആയിരിക്കണത്. മാച്ചവരം എനിക്ക് നമ്മൾ തിരിച്ച് മെയിൻ ലൈനിലേക്ക് മാറ്റാൻ ഡബിൾ ആംബർ കിട്ടി. നല്ല ഉറക്കം വരുന്നു. ഞങ്ങൾ ബർത്തിൽ പോയി കിടന്നിട്ട് എനിക്ക് ഭയങ്കര ഉറക്കം വരുമായിരുന്നു. നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ മെയിൻ ലൈനിലേക്ക് കയറുകയാണ്. തൊട്ടപ്പുറത്തെ സ്റ്റേഷനിൽ ഒരു ഫ്രൈറ്റ് കിടക്കുന്നുണ്ട്. ഫ്രൈറ്റ് നമ്മൾ ഓവർടേക്കും കൂടി ചെയ്യുകയാണെന്ന് തോന്നുന്നു. ഗാർഡിനൊന്നും കാണാനില്ല, സ്റ്റേബിളിലാണെന്ന് തോന്നുന്നു. ഇത് സ്റ്റേഷനൊന്നുമല്ല, സ്റ്റേഷന് മുമ്പായിട്ടുള്ള ഒരു ലൂപ്പ് ലൈനാണ്. നമ്മൾ ഫുള്ള് മെയിൻ ലൈനിലോട്ട് കയറി കഴിഞ്ഞു. ഇപ്പോഴത്തെ റേക്ക് പവേർഡാണ്. ട്വിൻ ലോക്കോസ് വന്നിട്ട് G7 പോലെ ഇവിടെ വന്നിട്ട്. ഇന്ത്യൻ റെയിൽവേ പൊതുവെ ഹൈ പവേർഡ് ലോക്കോസ്റ്റോട് മാറിക്കൊണ്ടിരിക്കുക. ട്വിൻസ് ആണെങ്കിൽ സെക്കൻഡ് ലോക്കോ ഷട്ട് ഡൗൺ ആണ്. കാസിപ്പേട്ടിൻ്റെ ലോക്കോസാണ്. നിഡുബ്രോലു എന്ന് പറയുന്ന സ്റ്റേഷനാണ്. നിഡുബ്രോലു ഇവിടെ ഒരു മെമോ കിടക്കുന്നുണ്ട്. ഒങ്കോളിലേക്ക് പോകുന്ന മെമോ ആണ്. നമ്മൾ ഈ ലൈൻ ക്രോസ് ഓവർ ചെയ്യാൻ വേണ്ടി അവനോട് കാത്തിറക്കുക. നിഡുബ്രോലു സ്റ്റേഷൻ. ഇന്ന് നമുക്ക് ഇതുവരെ നല്ലൊരു റൺ കിട്ടിയിട്ടില്ല കേട്ടോ. ഇന്നിങ്ങനെ ഒരുമാതിരി ഉണങ്ങി നിന്നാണ് കുത്തിപ്പിടിക്കുന്നത്. കാസിപ്പേട്ടിൻ്റെ ട്വിൻസ് കിടക്കുന്നുണ്ട് G9. പവേർഡാണ്. പറഞ്ഞ പോലെ തന്നെ തേർഡ് ലൈനിൽ ഇവിടെ ഒരു ഫ്രൈറ്റ് കിടക്കുന്നുണ്ട്.
ഇറ്റാസി ഷെഡിൻ്റെ 32069 ആണ് ലീഡിങ്. 43565 ട്രെയിലിങ്. കണ്ടെയ്നറിലേക്കാണ്. ഈ റൂട്ടിലൊക്കെ നല്ലോണം ഫ്രൈറ്റ് ട്രാഫിക് ഉള്ളതാണ്. ഇതുമല്ല മാർക്കിംഗ് BLLB എന്നും BLLLA എന്നുമാണ്. സാധാരണ BLCA ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. പച്ച പച്ച ഓപ്പോസിറ്റ് ലൈനിൽ പച്ച. ഓപ്പോസിറ്റ് ലൈനിൽ പച്ച കണ്ടിട്ട് വന്ദേ ഭാരത് ഇപ്പോൾ വരാറായി ഞാൻ പറയാൻ വരുമായിരുന്നു. അപ്പോഴേക്കും കറക്റ്റ് വന്ദേ ഭാരത് പോവുകയും ചെയ്തു. ഇതാണ് സെക്കന്ദരാബാദ് തിരുപ്പതി വന്ദേ ഭാരത് എക്സ്പ്രസ്. നമ്മളിപ്പോൾ തെന്നാലി ഹോം സിഗ്നലിൽ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഫ്രണ്ടിലൊരു വിക്രമസിംഹപുരിയോ അങ്ങനെ കണ്ട് പറഞ്ഞ ഒരു ഇൻട്രസിറ്റി എക്സ്പ്രസ് നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അതിപ്പോൾ തെന്നാലിന്ന് വിട്ടിട്ടേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വിടുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിവിടെ പിടിച്ചിട്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് തെനാലി സ്റ്റേഷനോട് കയറാൻ പോകും. മറ്റേ ഞാൻ പറഞ്ഞ വിക്രമസിംഹപുരിയോ ആ സാധനം മുന്നിൽ പോയിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ലൈനും കൂടി വരുന്നുണ്ട്. രേപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്ന ലൈനാണ്. അത് കോസ്റ്റൽ റീജിയനാണ് ഈ രേപ്പള്ളി എന്ന് പറയുന്നത്. അവിടെ നിന്ന് വരുന്ന ലൈനാണ്. അപ്പോൾ അകത്തു നിന്ന് വരുന്ന ലൈനാണ് രേപ്പള്ളി ലൈൻ. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞൊരു വിസിറ്റിൽ ഞാൻ അതിലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് ചെയ്യാൻ പറ്റിയില്ല. നിർത്തില്ലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തൊരു ICF ബിൽട്ട് അണ്ടർസ്ലങ് മെമ്മോ ഉറപ്പുണ്ട്. ഈ അണ്ടർസ്ലങ് അന്ന് കുറച്ച് ഉണ്ടാക്കിയതല്ലോ, പിന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവർ. പിന്നെ അവരെ കൺസെപ്റ്റ് നിർത്തലാക്കിയെന്ന് തോന്നുന്നു. അപ്പോൾ തെനാലി ജംഗ്ഷൻ കഴിഞ്ഞു. ഇവിടുന്ന് അല്പം മുമ്പിലായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഗുണ്ടൂരിലേക്കുള്ള ലൈൻ പോകും. ഈ ലെഫ്റ്റിലോട്ട് പോകുന്ന ലൈനാണ് ഗുണ്ടൂരിലേക്ക് പോകുന്നത്. ആ ലൈനിൽ തിരിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നേരെ ഗുണ്ടൂർ ഡിവിഷനിലോട്ട് കയറും. അങ്ങനെ ലൈൻ ഗുണ്ടൂർ ഡിവിഷനിൽ കൂടെയാണ് പോകുന്നത്. നമ്മൾ വിജയവാഡ ഡിവിഷനിലാണ്. ഇവിടെയൊക്കെ മെയിനായിട്ട് ചോളമുണ്ട്. കൃഷി ചോളമുണ്ട്, വാഴയുണ്ട്. മദ്രാസ് കനാൽ അതെന്താ സാധനം? എനിക്കത് ബക്കിംഗ്ഹാം കനാലാന്ന് തോന്നുന്നു. കാര്യം ബക്കിംഗ്ഹാം കനാൽ ശരിക്കും ഇവിടെ വിജയവാഡ ഈ സൈഡ് മുതൽ അങ്ങ് ചെന്നൈ വരെ പാരലായിട്ടുള്ളൊരു കനാലാണ്. അതായിരിക്കും മദ്രാസ് കനാൽ. ദുഗ്ഗിരാല എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ദുഗ്ഗിരാല. വിജയവാഡ ഇറങ്ങേണ്ട ആൾക്കാരൊക്കെ ഡോർ ഓക്കുപ്പായി തുടങ്ങി. അപ്പം നമുക്കിനി വാതിൽക്കൽ തന്നെ നിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ വാതിലും കൂടെ പോകും. നമുക്കിനി ഏകദേശം 10-30 കിലോമീറ്റർ കൂടി ഉണ്ട് വിജയവാഡയിലേക്ക്. ഇവിടെയൊക്കെ പൂക്കൃഷി ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കണ്ടോ ഏതോ ഒരു സ്റ്റേഷൻ വരുന്നുണ്ട്. സ്റ്റേഷനിലൊരു വന്ദേ ഭാരത് ട്രെയിൻ സെറ്റ് കിടക്കുന്നുണ്ട്. സ്പെയർ റേക്കാണെന്ന് തോന്നുന്നു. വന്ദേ ഭാരതാണോ അമൃത് ഭാരതാണോ? അത് അമൃത് ഭാരതാണോ? ഓവർടേക്ക് ആവുകയാണ്. ആടെ ഇപ്പോഴേക്ക് MT റേക്കാ, ബോർഡൊന്നുമില്ല. സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ മാർക്കിംഗ് ഉള്ളൊരു MT റേക്ക്.
നമ്മളിതുവരെ അമൃത് ഭാരതിൽ യാത്ര ചെയ്തിട്ടില്ല കേട്ടോ. 35046 എടുക്കുന്നത്. ഒരു പിടിയില്ല. ഞാനത് എഡിറ്റിംഗ് സമയം നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ തേർഡ് ലൈൻ കംപ്ലീറ്റ് അല്ലെന്ന് തോന്നുന്നു. എന്തായാലും തേർഡ് ലൈൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല, ഫുള്ള് തുരുമ്പിച്ച് കിടക്കുകയാണ്. ഒരു കൊല്ലനും കൊണ്ടാന്ന് പറഞ്ഞ സ്റ്റേഷൻ ഇപ്പോൾ പാസ് ചെയ്തു. ഇത് കൃഷ്ണ കനാൽ ജംഗ്ഷൻ എത്താറായെന്ന് തോന്നുന്നു. അഡീഷണൽ ലൈൻസൊക്കെ വന്നാണ്ടോ. കൃഷ്ണ കനാൽ ജംഗ്ഷനിലാണ് ഗുണ്ടൂരിൽ നിന്ന് വിജയവാഡയിലേക്കുള്ള ലൈൻ ലെഫ്റ്റ് സൈഡിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. കാണിക്കാൻ ഒരു നിർവാഹമില്ല, കാര്യം ലെഫ്റ്റ് സൈഡിൽ ഡോറൊക്കെ ഓക്യുപ്പൈഡായി. കൃഷ്ണ കനാൽ ജംഗ്ഷൻ ആണെന്ന് തോന്നുന്നു. വലിയൊരു സ്റ്റേഷനാണ് ഫ്രണ്ടിൽ. അങ്ങേ മൂലയ്ക്ക് സ്ലീപ്പർ ഹൗസ് ട്രെയിൻ ഇറങ്ങി വരുന്നുണ്ട്. വിജയവാഡയുടെ 22354 നർസാപൂർ ഗുണ്ടൂർ ഡോൺ. നർസാപൂർ ഗുണ്ടൂർ പാസഞ്ചർ ആയിരിക്കും. ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ സ്റ്റേഷൻ ബിൽഡിംഗ് ഒക്കെ. നമ്മളങ്ങനെ കൃഷ്ണ കനാൽ ജംഗ്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ അധികം താമസിച്ചാൽ നമ്മൾ കൃഷ്ണ നദി പാസ് ചെയ്യും. കൃഷ്ണ നദി പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വിജയവാഡയിലേക്ക് കയറും. ഈ ലൈനിൽ ഇവിടെ കാണുന്ന സാധനത്തിനാണ് ഡയമണ്ട് ക്രോസിംഗ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതൊരു ഡയമണ്ടാണ്. ഇതൊരു ഡയമണ്ടുമാണ്, ഒരു സിസറുമാണ്. ഒരു സിസർ ക്രോസിംഗ് ആണ് ശരിക്കും. ഡയമണ്ട് എന്ന് വിളിക്കുന്നതിനെക്കാട്ടും കറക്റ്റ് സിസർ ക്രോസിംഗ് എന്ന് വിളിക്കുന്നതാണ്. ഇതൊക്കെ മേജർ റീഅലൈൻമെൻറ്റ് നടക്കുന്നുണ്ട്. പുതിയ സ്വിച്ചസൊക്കെയാണ് ഈ കിടക്കുന്നത്. ക്രോസ് ഓവർ പോയിൻ്റ്, അത് ഒരു ലൈനിൽ നിന്ന് മറ്റേ ലൈനിലേക്ക് ക്രോസ് ഓവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോയിൻ്റാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ലൈനും കൂടെ ഉണ്ട്. തേർഡ് ലൈൻ ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ്. അത് ഫ്രൈറ്റർ കിടക്കുന്നത് കാണാം. ഞാൻ പറഞ്ഞില്ല, ലെഫ്റ്റ് സൈഡ് ഓക്യുപ്പൈഡ് ആണ്, എനിക്ക് പിടിക്കാൻ ഒരു വഴിയില്ല. അപ്പോൾ നമ്മൾ നടുക്കലത്തെ പാലം വഴിയാണ് കൃഷ്ണ കടക്കാൻ പോകുന്നത് മോസ്റ്റ്ലി. ഇതേ പോകുന്ന ബക്കിംഗ്ഹാം കനാൽ. ഇവിടെയൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട് വെള്ളത്തിന്. ചെന്നൈയിൽ ഈ സാധനം കറുത്ത് കിടക്കും. ഇവിടെ അത്യാവശ്യം വൃത്തിയുണ്ട്. വിജയവാഡ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ മേടിക്കാം. ആ കാണുന്ന സ്റ്റീൽ സ്ട്രക്ചറാണ് കൃഷ്ണയ്ക്ക് കുറുകെയുള്ള ബ്രിഡ്ജസ്. നമുക്ക് സിഗ്നൽ കിട്ടി, സ്റ്റോപ്പ് സിഗ്നലാണ്. അതാണ് നമ്മൾ പതുക്കെ വരുന്നത്. ഇവിടെ ലൈനുകൾ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് അലൈൻമെൻറ്റിലാണ്. ടുവേർഡ്സ് ചെന്നൈയുടെ ലൈനാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ടുവേർഡ്സ് വിജയവാഡയുള്ള ലൈനുകൾ ഇപ്പോഴത്തെ എൻഡിലാണ് പറ്റുന്നത്. എന്തായാലും ഒരു ഹൈ സ്പീഡ് റൺ ത്രൂ ഒക്കെ ഉണ്ടാവില്ല. കുറച്ച് ഡീസൻറ്റ് സ്പീഡിൽ പോലും നമ്മൾ പാസ് ചെയ്യില്ല. നമുക്കതൊക്കെയാണ് പോകുന്നത്. കാര്യം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ.
പന്തലിട്ട് എന്തോ പണിയുണ്ടല്ലോ. അപ്പുറത്തെ കൂടെ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ഫ്ലൈറ്റ് അല്ല, മെമോ ആണ്. കാണുന്ന കൃഷ്ണനദിക്ക് കുറുകെയുള്ള പഴയ പാലമാണ്. അത് പൊളിച്ചു കളയാൻ തോന്നുന്നു. മേ ബി പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ പാലം വരുമായിരിക്കും അവിടെ. അങ്ങനെന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ സ്പീഡ് റെസ്ട്രിക്ഷനും ഉണ്ട്. സാൻഡ് ബ്ലാസ്റ്റിംഗ് നടക്കുന്നുണ്ട് പാലത്തിൻ്റെ. സാൻഡ് ബ്ലാസ്റ്റിങ്ങും അതിന് മേലെ കൂടെ പുതിയ പെയിൻറ്റിങ്ങും. ഇവിടെ 2 പില്ലേഴ്സ് ഉണ്ട് നടക്കായിട്ട്. അത് പഴയ പാലത്തിന് തുടക്കം വരുന്നത്. നല്ല ഗ്രാൻഡായിട്ട് ആർച്ച് പോലെയൊക്കെ ഉണ്ടായിരുന്നു പഴയ പാലത്തിന്. പഴയ പാലത്തിന് തുടക്കമാണ് ഈ കാണുന്നത്. നമ്മളങ്ങനെ വിജയവാഡ ജംഗ്ഷനിലോട്ട് കയറുന്നു. പഴയ പാലത്തിൻ്റെ നടുക്കുണ്ടായിരുന്നു. ഇവിടുത്തെ നടുക്കലത്തെ പാലം എപ്പോഴും ഉണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ പൈപ്പ് വരിക. നിറച്ച് വെള്ളമുണ്ട് കാനലിലൊക്കെ. ഭംഗിയുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മംഗളഗിരി മറ്റൊരു അമ്പലമുണ്ട്. അമ്പലം കാണാൻ പറ്റില്ല ലെഫ്റ്റ് സൈഡിൽ. ലെഫ്റ്റ് സൈഡിൽ പറഞ്ഞ പോലെ ഡോറൊക്കെ പെടുന്നൊന്നും കാണിക്കുന്നില്ല. നമുക്ക് അടുത്ത യാത്ര നമുക്ക് കാണാം. ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെഡ് ചാറുപെറ് വാപ്പ് 7 ആണ്. വാപ്പ് 7 വാപ്പ് 7 അവിടെ മേജർ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. സ്വിച്ച് റീപ്ലേസ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. കല്യാൺ ഷെഡിൻ്റെ ഒരു വാപ്പ് 7 നടക്കുന്നുണ്ട് ഇവിടെ. ഇത് മിക്കവാറും കൊണാർക്ക് എക്സ്പ്രസ്സിനെല്ലാം കൊണ്ടുവന്നായിരിക്കും. നല്ല കൊണാർക്ക് എക്സ്പ്രസ്സിന് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി റെഡിയാവുന്നതായിരിക്കും. ഏതാണ് ലെഫ്റ്റോട്ട് പോകുന്നു. അല്ല എല്ലാം കൂടെ ലൊക്കേഷനിൽ ലോക്കാണ് നമുക്ക് കിട്ടിയത്. കേരള എക്സ്പ്രസ് പണ്ട് ഈ റോഡിൻ്റെ സ്ഥിരം ലിങ്കാണ്. ഈ റോഡിൻ്റെ വാപ്പ് 4 ആയിരുന്നു സ്ഥിരം. ഇത് ഈ രീതിയിൽ അല്ലാണ്ട് വേറൊരു വാപ്പ് 4 വരാറില്ല.
അങ്ങനത്തെ ഒരു ട്രെയിനായിരുന്നു നമ്മുടെ കേരള എക്സ്പ്രസ്. നമ്മുടെ സൈഡിലാണെന്ന് തോന്നുന്നു കേട്ടോ പ്ലാറ്റ്ഫോം. ആണെങ്കിൽ രക്ഷപ്പെട്ടു. എൻട്രി കാണാമല്ലോ. യെസ്, നമ്മുടെ സൈഡിൽ തന്നെയാണ് പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോം 9ലേക്കാണ് നമ്മൾ വരുന്നത്. പ്ലാറ്റ്ഫോം 9 എന്ന് പറയുമ്പോൾ വിജയവാഡ ഇതിനപ്പുറത്തൊരു ഫ്രൈറ്റ് യാർഡുണ്ട്. മറ്റ് പ്ലാറ്റ്ഫോംസിൻ്റെയും ഇതിൻ്റെ ഇടയ്ക്കായിട്ടൊരു ഫ്രൈറ്റ് യാർഡ് തന്നെയുണ്ട്. ഇതാണ് വിജയവാഡ ജംഗ്ഷൻ. പ്ലാറ്റ്ഫോം നമ്പർ 9ലേക്ക് എത്തിയിരിക്കുക നമ്മൾ. ഫ്രൈറ്റ് യാർഡിലെ ലോക്കോസ് അല്ലായിരിക്കും. ഇവിടെ ഫ്രൂട്ട്സ് വളരെ സുലഭമായിട്ട് കിട്ടും. ഇനി EDLSൻ്റെ കാര്യം പറഞ്ഞത്, EDLSൻ്റെ 2 G7 ഇറക്കുന്നുണ്ട്. അത് യാർഡാണ്, ഫ്രൈറ്റ് യാർഡാണ്. അത് കഴിഞ്ഞിട്ടാണ് പ്ലാറ്റ്ഫോം 7 വരിക. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാക്കിനാട ഷിർഡി എക്സ്പ്രസ്സിന് യാത്ര ചെയ്തു കഴിഞ്ഞ കൊല്ലം മാർച്ചിൽ. അത് പ്ലാറ്റ്ഫോം 7 നിന്നായിരുന്നു നമ്മൾ പോയത്. ഇവിടെ ഇപ്പോൾ തന്നെ ലഞ്ചൊക്കെ അവൈലബിൾ ആണ്. പതിനൊന്ന് നമ്മൾ വിജയവാഡയിലെത്തി. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങാനുണ്ട് കേട്ടോ. ഒത്തിരി പേര് ഇവിടെ ഇറങ്ങാനുണ്ട്. ഒത്തിരി പേര് ഇവിടെ ഇറങ്ങാനും ഒരുപാട് പേര് വരുന്ന കയറാനും ഉണ്ട്. അപ്പോൾ വണ്ടി ഫുള്ള് റീസൈക്കിളാവും ഇവിടെ. ഞാനൊരു 2 ബോട്ടിൽ വെള്ളം മേടിക്കണമെന്ന് വിചാരിച്ചാണ് ഇവിടുന്ന്. ഈ പ്രദേശം നമ്മുടെ കോച്ച് വന്ന ഈ പ്രദേശം ഒരു കട പോലുമില്ല. കാണാനുള്ള ദൂരത്ത് പോലും ഒരെണ്ണമില്ല. അങ്ങനെ അങ്ങോട്ട് നടന്നത് ഞാൻ നോക്കുന്നില്ല. 5 മിനിറ്റ് എന്തായാലും ഇവിടെ കിടക്കും, 5-10 മിനിറ്റ് എന്തായാലും ഇവിടെ കിടക്കും. പക്ഷെ കണ്ടിട്ട് അങ്ങോട്ടും കടയൊന്നും കാണാനില്ല. നമ്മൾ 11 വിജയവാഡയിൽ നിന്ന് എടുത്തു. Superfast Express is scheduled to arrive at 11 hours 50 minutes, running late by 55. അപ്പം അങ്ങനെ വിജയവാഡ ജംഗ്ഷൻ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് എടുത്ത ക്രൂവിൻ്റെ വകയുള്ള ബ്രേക്ക് ടെസ്റ്റാണത്. ഇനി അറ്റത്തൊരു റേക്ക് ഷണ്ടിങ് നടക്കുന്നതാണ്. അത് യാർഡിലേക്ക് പോകുന്ന. അത് മിക്കവാറും മറ്റേ ലിംഗംപള്ളി വിജയവാഡ എക്സ്പ്രസിൻ്റെ ഇൻ്റർസിറ്റിയുടെ റേക്കായിരിക്കും. അതല്ല, ഗൂഡൂർ വിജയവാഡ. നമ്മുടെ മുന്നിൽ കടന്നു കൂടിയ സാധനമില്ല, മറ്റേ വിക്രമസിംഹപുരിയോ എന്തോ, അതിൻ്റെ റേക്കാണ്. ഇപ്പോൾ വിജയവാഡയിൽ നിന്ന് മെയിൻ ലൈൻ 2 ആയിട്ട് തിരിഞ്ഞു പോകും. നമ്മൾ പോകുന്നത് വിജയവാഡ വരങ്കലിലെ ബലാർഷ ലൈനിലാണ്. ഇത് കൂടാതെ വിജയവാഡ എന്ന് പറഞ്ഞാൽ വിശാഖപട്ടണത്തേക്ക്, അത് അങ്ങേ അറ്റത്താണ്. ആ ലൈൻ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല. അത് ഈ റേക്കിൻ്റെയും അപ്പുറത്ത് കൂടെയാണ് ആ ലൈൻ പോകുന്നത്.
ക്ലാപ്സൺ ആണ്, 37735. ഷണ്ടിങ് ആണ്. വിജയവാഡയുടെ ഒരു വാബ് 4 നടക്കുന്നുണ്ട് ഇവിടെ, 22515. ലെഫ്റ്റ് സൈഡിലൊരു വലിയ ഫ്രൈറ്റ് യാർഡ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ കാക്കിനാട ഷിർഡി എക്സ്പ്രസ് വീഡിയോ നോക്കി കഴിഞ്ഞാൽ കാണാം. ഞാൻ പറഞ്ഞ ലെഫ്റ്റ് സൈഡിലെ യാർഡ്, ഇതൊരു വലിയ യാർഡാണിത്. ഇവിടെ മലകൾ കണ്ടോ, വലിയ യാർഡാണ് ലെഫ്റ്റ് സൈഡിൽ. ഇതാണ് വിജയവാഡയുടെ ഫ്രൈറ്റ് യാർഡ്. നമ്മൾ മീൻ വൈൽ തിരിച്ച് മെയിൻ ലൈനിലോട്ട് ജസ്റ്റ് കയറി നോക്കും. ആണ് യാർഡ്. ഇതിനകത്താണോ അപ്പുറത്തെ സൈഡിലെ യാർഡിലാണോ അറിയില്ല. വിജയവാഡയിൽ ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഉണ്ട്, ഡീസൽ ലോക്കോ ഷെഡ് ഉണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇലക്ട്രിക് ലോക്കോ ഷെഡിൽ അപ്പുറത്താണ്. ഇതെന്താണോ സംഭവം? ഓ, റൈറ്റ് സൈഡിൽ കൂടെ ഫ്രൈറ്റ്. ഇവിടെ എന്തോ ഒരു സാധനമുണ്ട്. ഇതൊരു ഷെഡാണ്. അവിടെ എന്തോ ഒന്ന് വിജയവാഡ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഇതെനിക്ക് തോന്നുന്നു വിശാഖപട്ടണം ലൈനിലേക്ക് കണക്ട് ചെയ്യുന്ന ലൈനാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ, ആണെന്ന് തോന്നുന്നു. പിന്നെ അപ്പുറത്ത് കൂടെ ഒക്കെ ലൈനുകൾ വരുന്നത് കാണാം, വരുന്ന പോകുന്നതൊക്കെ കാണാം. ഇവിടുന്ന് ഒരു ലൈൻ പോകുന്നുണ്ട് കണ്ടതാ. ഇവിടുന്ന് ഒരു ലൈൻ ഇങ്ങനെ കറങ്ങി അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങേ അറ്റത്ത് ഒരു ഫ്രൈറ്റർ പോകുന്ന കാണാം, നേരെ പോയത്. അപ്പോൾ അത് മിക്കവാറും വിജയവാഡ ലൈനായിരിക്കും അത്, സോറി വിശാഖപട്ടണം ലൈനായിരിക്കും അത്. ബലാർഷ സൈഡിൽ നിന്ന് വന്നിട്ട് വിശാഖപട്ടണത്തേക്ക് വിജയവാഡ ബൈപ്പാസ് പോകുന്ന ലൈനായിരിക്കും, എനിക്കറിയില്ല. ആ മുകളിലിരിക്കുന്ന ഗാർഡർ റെയിൽവേ പാലം പോലെ ഉണ്ട് കണ്ടിട്ട്. അതിൻ്റെ ഒരു ഡിസൈൻ, സൈസ്, ഷേപ്പൊക്കെ കണ്ടിട്ട്. ആണോ എന്നുള്ളത് അറിയില്ല. ആണെന്ന് തോന്നുന്നു, കാരണം ഇപ്പോഴത്തെ എലിവേറ്റഡ് ആയിട്ടൊരു എംബാങ്ക്മെൻറ്റ് പണിത് വെച്ചിട്ടുണ്ട്. ഇതിന് താഴെ കൂടെ 2 ലൈനുകളും പോകുന്നുണ്ട്. ഇതിൽ അങ്ങേ അറ്റത്തുള്ള ലൈനിലാണ് വിജയവാഡയിലേക്ക് വരുന്ന ട്രെയിനുകൾ, അതായത് ബലാർഷ സൈഡിൽ നിന്ന് വിജയവാഡയിലേക്ക് വരുന്ന ട്രെയിനുകൾ ഉപയോഗിക്കുന്നത് ആണ് എൻ്റെ ഒരു അറിവ്. ഒരു റെയിൽ ഓവർ റെയിൽ ഫ്ലൈ ഓവറാണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആട്ടോ ഈ പ്രദേശ അലൈൻമെൻറ്റ്. മാപ്പും കൊണ്ട് 2-3 പ്രാവശ്യം ഇതുവഴി യാത്ര ചെയ്താലും ഇതിൻ്റെ എന്തെങ്കിലും ഒരു ഐഡിയ നമുക്ക് കിട്ടുള്ളൂ. ഇതാണ് ന്യൂ വെസ്റ്റ് ബ്ലോക്ക് ഹട്ട്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഞാൻ ഉള്ളിലേക്ക് തിരിച്ചു പോകണം. ഇനിയിപ്പോൾ ലഞ്ച് വന്ന് മേടിക്കാം. മണി 11:30. ലഞ്ച് വന്നതിന് നമുക്ക് ലഞ്ച് മേടിച്ച് കഴിക്കാം. വാരങ്ങളും ഏകദേശം 1:30-1:45 എത്തും. അവിടെ വരെ ആയിരിക്കും ഫസ്റ്റ് പാർട്ട്. നമ്മളിപ്പോൾ വിജയവാഡ കഴിഞ്ഞിട്ട് ഏകദേശം 1 മണിക്കൂറിനടുത്ത് ഓടിക്കഴിഞ്ഞു. നമ്മളിപ്പോൾ ഏകദേശം ഖമ്മം സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. ഖമ്മം നമുക്ക് സ്റ്റോപ്പില്ല, റൺ ത്രൂ ആയിരിക്കും. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ഇനി വരങ്കലിലാണ്. ഇതിലേക്ക് നമുക്ക് 2 ക്രോസിങ്സ് മിസ്സായി. ആദിലാബാദ് തിരുപ്പതി കൃഷ്ണ എക്സ്പ്രസ്സും അതുപോലെ സെക്കൻഡറാബാദ് ഗുണ്ടൂർ ഇൻ്റർസിറ്റി. ഗുണ്ടൂർ ഇൻ്റർസിറ്റി ഇപ്പോഴാണ് പോയി. ഞാനത് പിടിക്കാൻ വേണ്ടി ഡോറിലേക്ക് വരുന്ന വഴിക്ക് അത് പോയി. ഈ വണ്ടിയിൽ നല്ലോണം മോഷണമുണ്ട്. 2 പേരുടെ ഫോണും ഒരു ബാഗ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനിടയ്ക്ക്, ഇന്നത്തെ പകൽ തന്നെ.
ഒന്നുമില്ലെങ്കിൽ ഒരു ഫ്രൈഡ് ക്രോസിങ് കിട്ടി. എന്താണ് തന്നെ വെളുത്ത കളറിലൊരു പൊടിയാണ് പറക്കുന്നുണ്ടത്. ഓ, ഗാർഡിൻ്റെ അവസ്ഥ. ഈസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് വരുന്നുണ്ട് കടലപ്പള്ളിയിൽ നിന്ന് ഷാലിമാറിലേക്ക് പോകുന്ന. ഖമ്മം സ്റ്റേഷൻ വഴിയുള്ള റൺ ത്രൂ കൂടിയാണ്. ഇവിടെയൊക്കെ തേർഡ് ലൈൻ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ കേട്ടോ പോകുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് തേർഡ് ലൈൻ ഉള്ളത്. അതൊരു FCA ഗോഡൗണാണത്. ഇതാണ് ഇവിടുത്തെ തേർഡ് ലൈന്. നമ്മൾ കഴിഞ്ഞ ദിവസം വരുമ്പോൾ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളങ്ങനെ ഡോർനക്കൽ എന്ന് പറഞ്ഞ ജംഗ്ഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ അധികം താമസിയാതെ നമ്മുടെ ചെന്നൈയിലേക്ക് പോകുന്ന ഹസ്രത്ത് നിസാമുദ്ദീൻ ചെന്നൈ രാജധാനി ക്രോസ്. നല്ല ചൂടായിട്ടോ പുറത്ത്, നല്ല അടിപൊളി ചൂടാണ് ഇവിടെ. അതിന് ലാലഗുഡയിലെ ലോക്കൽ 3763. ഇപ്പോൾ അതാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ ചെന്നൈ രാജധാനി എക്സ്പ്രസ്. ഡോർനക്കൽ ജംഗ്ഷൻ ബൈപ്പാസ് ക്യാബിനാണിത്. ഒരു ഡോർനക്കലിൽ ബൈപ്പാസ് ക്യാബിൻ വഴി ഇത് ഭദ്രാചലം സൈഡിലേക്ക് പോകുന്ന ലൈനാണ്. എൻ്റെ ഒരു ഓർമ്മ ക്ഷണികൻ. ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ നമ്മുടെ ഷിർഡി എക്സ്പ്രസ് വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഈ സ്ഥലത്തൊക്കെ നമ്മൾ സൂപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്തായിരുന്നു കാക്കിനാട ഷിർഡി എക്സ്പ്രസ് യാത്ര ചെയ്തപ്പോൾ. ഇൻട്രസ്റ്റിംഗിൽ അന്നും സെക്കൻഡ് AC തന്നെയായിരുന്നു, ഇന്നും സെക്കൻഡ് AC തന്നെയാണ്. കഴിഞ്ഞ 1-2 യാത്രകളായിട്ട് തേർഡ് AC ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും ഡോറ് കിട്ടാനൊക്കെ. അതാ വരുന്നതാണ് ഭദ്രാചലത്തിലേക്ക് പോകുന്ന ലൈന്. ഡോർനക്കലിൽ നിന്ന് വരുന്ന ലൈൻ. അപ്പോൾ നമ്മളിപ്പോൾ ഡോർനക്കൽ സ്റ്റേഷനിലേക്ക് വരും. ഓപ്പോസിറ്റ് ലൈനിൽ വീണ്ടും പച്ചയായിട്ടുണ്ട്. ഡോർനക്കൽ ജംഗ്ഷൻ സ്റ്റേഷൻ.
അത് ഷിർഡി വിശാഖപട്ടണം എക്സ്പ്രസ് ആയിരിക്കണം. മണി 12:30 ഇതൊരു ലഞ്ച് വന്നിട്ടില്ല. കൽക്കരി ലോഡുകൾ കണ്ടു തുടങ്ങി. ഈ വരങ്കൽ കഴിഞ്ഞാൽ ചറവർ നമ്മൾ കൽക്കരി ലോഡ് കാണും കേട്ടോ. വീണ്ടും ഒരു ക്രോസിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു പച്ച സിഗ്നൽ ഇപ്പോൾ കാണാണ്ട് ഓപ്പോസിറ്റ് ലൈനിൽ. ഇതിപ്പോൾ പോകുന്നത് റപ്തിസാഗർ ആയിരിക്കണം. ഗോരഖ്പൂരിൽ നിന്നും തിരുവനന്തപുരം നോർത്തിലേക്കുള്ള റപ്തിസാഗർ എക്സ്പ്രസ് ആയിരിക്കണം. വരുന്നു കേട്ടോ. റപ്തിസാഗർ തന്നെ നല്ല നഷ്ടം. അപ്പോൾ നമ്മുടെ ട്രെയിൻ അങ്ങനെ വരങ്കൽ സ്റ്റേഷനിലേക്ക് കയറാൻ പോവാണ്. ഫുഡ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഫുഡ് അവൻ കൂടെ ഓർഡർ കൊടുത്തവർക്ക് മാത്രം കൊണ്ടുവന്ന് തന്നിട്ട് പോയി. എനിക്ക് കിട്ടിയില്ല. ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഓർഡർ എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ ബാക്കിയുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞു. പാക്ക് ചെയ്യുന്നേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞു. പിന്നെ ബിരിയാണി ഒന്നും എനിക്ക് ബിരിയാണി ഇഷ്ടമുള്ളതിനെ മേടിച്ചില്ല. പിന്നെ മീൽസും എനിക്ക് മേടിക്കാമെന്ന് വെച്ചിട്ടാണ്. മീൽസ് കിട്ടിയാൽ മതിയായിരുന്നു. മണി ഇപ്പോൾ തന്നെ 2 വിശന്ന് കുടൽ കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ ഈ ട്രെയിൻ ഇങ്ങനെ വരങ്കൽ സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ പാർട്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വരങ്കൽ സ്റ്റേഷനിൽ കയറുന്നതോടുകൂടി നമ്മുടെ ഈ പാർട്ട് നമ്മളവിടെ അവസാനിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാർട്ട് ഓഫ് ദ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻറ്റ്സ്, സജഷൻസൊക്കെ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വരങ്കൽ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഷോ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഡിസൈനായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഇവിടെ ഇത് നേരെ ഓപ്പോസിറ്റ് ഒരു അമ്പലമുണ്ട്. അമ്പലത്തിന് അതേ ഡിസൈനാണ് വരച്ചിരിക്കുന്നത്. നമ്മൾ തെലങ്കാനയാണ് കേട്ടോ. ഇപ്പോൾ തെലങ്കാനയിൽ നമ്മൾ ആന്ധ്രാപ്രദേശിൽ തെലങ്കാനയിലേക്ക് കയറിയായിരുന്നു. അപ്പം അങ്ങനെ സമയം 1:47 നമ്മൾ വരങ്കലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തില്ലേ. നമ്മളിപ്പോൾ വരങ്കൽ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് വരങ്കൽ സ്റ്റേഷൻ. നമ്മൾ 1:48 ഇവിടെ എത്തിയായിരുന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ വീണ്ടും കാണാം. ബൈ.